നമുക്ക് നല്ല നാടൻ രീതിയിലൂടെ നമുക്ക് റോസ് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതേപോലെ റൂട്ടിംഗ് ഹോർമോൺസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡാണ്. അതിനായിട്ട് നമ്മൾ മെച്ചുറായിട്ടുള്ള ഒരു പ്ലാന്റ് എടുക്കുക, നാടൻ വെറൈറ്റി റോസ് എടുക്കുക. അതായത് മെച്ചുറായിട്ടുള്ള പ്ലാന്റ് എടുക്കാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ മെച്ചുറായിട്ടുള്ള പ്ലാന്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ടോപ്പ് കട്ടിങ്ങിൽ പെട്ടെന്ന് വേര് പിടിക്കാനായിട്ടുള്ള ഒരു ഇത് കാണിക്കും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുക. ഇതേപോലെ മെച്ചുറായിട്ടുള്ള പ്ലാന്റിൻ്റെ ടോപ്പ് കട്ടിങ്സ് എടുക്കുക. കട്ടിങ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ മണ്ട ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുക. ഒരു സ്വല്പം പുറത്തോട്ട് തള്ളി നിർത്തിയിട്ട് തൈ കാണും രീതിയിൽ വേണം കട്ട് ചെയ്ത് കളയാനായിട്ട്. കട്ട് ചെയ്ത് നമുക്ക് ഏകദേശം ഇതേപോലെ ഉള്ള സ്റ്റിക്കുകൾ എടുക്കുക. സ്റ്റിക്കുകൾ എത്രത്തോളം ഇതായിട്ട് എടുക്കാവോ അത്രത്തോളം നല്ലത്. ഇച്ചിരി താഴ്ഭാഗം വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഡയമീറ്റർ കൂടിയിരിക്കണം. അതിൻ്റെ ഒന്നുകൂടെ കാണിച്ചു തരാം. മുട്ടയ്ക്ക് ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം താണ്ടെ സൈഡിൽ ഇതേപോലെ കട്ട് ചെയ്ത് കളയുക. താണ്ടെ കണ്ടില്ലേ, ഏകദേശം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത്. നാടൻ ഇനങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതേപോലെ ബഡ് ചെയ്യുന്ന രീതിയല്ല കാണിക്കുന്നത്. കുറച്ച് കൂടുതൽ മണ്ടകൾ എടുക്കുന്നത് നമ്മൾ എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ പ്രൊട്ടക്ഷൻ, അതായത് 1 or 2 മണ്ടയല്ല ഇടേണ്ടത്, കുറച്ച് കൂടുതൽ ഇടുക. അതായത് നമ്മളിപ്പോൾ ഒരു ഇടുന്നതിനകത്ത് ഒരു 50% 30% ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 100 ചെടി ഇട്ടാൽ ഒരു 30 ചെടി കിട്ടും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ വേണം ചെയ്യാനായിട്ട്. ഒരുപാട് എത്രത്തോളം മണ്ടകൾ ഇടുന്നോ അത്രത്തോളം നമുക്ക് പെർസെൻറ്റേജ് കിട്ടാനായിട്ട് സഹായിക്കും. അന്നേരം അതിനുശേഷം നമ്മളായിട്ട് എടുക്കേണ്ടത് നല്ലൊരു ചിരട്ടയുടെ ഒരു ചെറിയ പീസ് എടുക്കുക, നല്ലൊരു കരിക്കട്ട എടുക്കുക. കരിക്കട്ട എടുത്ത് നല്ലപോലെ സ്വല്പം വെള്ളം തേച്ച് നന്നായിട്ട് ഒന്ന് ഉരച്ച് അതിന് നല്ല ഒരു എന്താ പറയുക, നാച്ചുറൽ ഹോർമോൺ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്, റൂട്ടിംഗ് ഹോർമോൺ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ചാർക്കോൾ ആയതുകൊണ്ട് അതിനകത്ത് കാർബൺ കണ്ടൻറ്റ് ഉണ്ട്. അന്നേരം അത് നമുക്ക് വേര് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ഉപകാരപ്പെടും. എത്രത്തോളം നേരം ഉരയ്ക്കാമോ, ഉരച്ച് എത്രത്തോളം നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാവോ അത്രത്തോളം നല്ലത്. കാര്യം ഇതിനകത്ത് വേര് കാർബൺ കണ്ടൻറ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് ഉരയ്ക്കുക. അത് നാച്ചുറലായിട്ടുള്ള ഒരു ചാർക്കോൾ പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. നാച്ചുറൽ റൂട്ടിംഗ് ഹോർമോൺ എന്നും അതിനെ അറിയപ്പെടും. നമുക്കൊരു പരിധി വരെയുള്ള ചെടികളെല്ലാം നമുക്ക് ഇതേപോലെ തന്നെ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. റൂട്ടെക്സ് പോലുള്ള മരുന്നുകൾ ഇടാതെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ പ്ലാന്റിനെ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഏകദേശം ഒരു 60 ഡിഗ്രി ഒരു ആംഗിൾ വെച്ചിട്ട് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുക. നല്ല കാണാം, നല്ല വൃത്തിയാവണം കാണാനായിട്ടാണ് നമ്മളിങ്ങനെ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു 60 ഡിഗ്രിയിൽ തന്നെ ചരിച്ച് നന്നായിട്ട് നല്ലൊരു ആംഗിൾ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. 60 to 70 ഡിഗ്രി ആണ് അതിൻ്റെ ഒരു ആപ്റ്റ് ആംഗിൾ. അത് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് പല ഭാഗത്തു നിന്നും റൂട്ട് പെട്ടെന്ന് പൊട്ടാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുങ്ങും. അവിടെ നല്ല വൃത്തിയാവണ്ണം ഈ മുറിവുണ്ടാക്കി ഈ മുറിവിനകത്ത് നമ്മൾ നന്നായിട്ട് ഈ ചാർക്കോളിൻ്റെ പേസ്റ്റ് നന്നായിട്ട് ഉരയ്ക്കുക. നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് ഉരച്ച് അല്ലാണ്ടില്ലേ എടുത്തതിന് ശേഷം നല്ല വൃത്തിയാവണ്ണം മണ്ണി കുത്തുക. ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ലത്. ഇപ്പം ഏകദേശം ഒരു 10-50 പീസ് എടുത്ത് നമുക്കിത് പുരട്ടി ഒരു 50ഓളം കവറുകളിൽ ചെറിയ ചെറിയ കൂടകളിൽ നമുക്ക് നിറച്ച് വയ്ക്കാം. നാടൻ മണ്ണോ ചുമന്ന മണ്ണോ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പലതരം മണ്ണിൽ വെച്ച് നമുക്ക് പരീക്ഷിക്കാം. അതിനകത്ത് ഏത് മണ്ണിലാണ് നമുക്ക് പെട്ടെന്ന് വേര് പിടിക്കുന്നു എന്നുള്ളതും കാണാം. ഇപ്പം നിങ്ങൾക്കും ഒരു ടാസ്ക് തരുവാണ്. നിങ്ങളുടെ വീട്ടിലുള്ള പല ഏരിയയിലുള്ള പല രീതിയിലുള്ള മണ്ണായിരിക്കും ചിലപ്പം. അന്നേരം ആ ലെയർ മണ്ണുകൾ പ്രത്യേകം കവറിൽ നിറയ്ക്കുക. അതിനുശേഷം ഇതിനെ ഒന്ന് കുത്തി വെക്കുക. ഏത് തരം മണ്ണിലാണ് ഇത് പെട്ടെന്ന് വേര് പിടിക്കുന്നത് എന്ന് നമുക്ക് അന്നേരം കറക്റ്റ് അറിയാൻ സാധിക്കും. ആ മണ്ണായിരിക്കും നമ്മളിവിടെ ഏറ്റവും കൂടുതൽ പരിപുഷ്ടമായിട്ടുള്ള മണ്ണ്. പിന്നെ പരമാവധി ഈ നിറയ്ക്കുന്ന മണ്ണുകളിൽ വേറെ വളങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. സാധാ മണ്ണിൽ വേണം ഇത് കുത്തി ഇറക്കാനായിട്ട്. വളമില്ലാത്ത മണ്ണിൽ വേണം ഈ വേരില്ലാത്ത ചെടികളെ കുത്തി നമുക്ക് വേരാക്കി എടുക്കാനായിട്ട്. ഏറ്റവും വലിയ പോയിൻ്റാണ്. അന്നേരം ഇത്രയും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇങ്ങനെയുള്ള ഞങ്ങളിപ്പോൾ ചെയ്തേക്കുന്ന റെഡ് സോയിലിനകത്താണ് ഈ കട്ടിങ്സ് കുത്തിയേക്കുന്നത്. സാധാരണ റെഡ് സോയിൽ എടുക്കുക, വളമില്ലാത്ത മണ്ണിൽ നമ്മളിതൊന്ന് വെച്ച് നോക്കുക. നേരിയ വെയിലടിക്കുന്ന ഭാഗത്ത്, നേരിയ വെയിൽ, ഒരുപാട് വെയിൽ വേണ്ട, നേരിയ വെയിലുള്ള ഭാഗത്ത് നമുക്കിത് കുത്തി നല്ലപോലെ വെള്ളം ഡെയിലി 2-3 നേരം, 3 നേരം കൊടുക്കാൻ പറ്റുമെങ്കിൽ 3 നേരം കൊടുക്കുക. 3 നേരം വെള്ളം കൊടുക്കുക കുറച്ച് ദിവസത്തേക്ക്. അതിനുശേഷം മുള പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക.
അങ്ങനെ നമുക്ക് നല്ല ഒരു പ്ലാന്റ് ഈ കാണുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പ്രൂൺ ചെയ്യും. നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്ത ചെടികളാണ് ഈ കാണുന്നത്. ബ്രാഞ്ചഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു, കട്ടിങ്സ് വെച്ചതാണ്. ഇത് നല്ലപോലെ ബഡായി നിൽക്കുന്ന പ്ലാന്റാണ്, നാടൻ വെറൈറ്റി റോസ്. ഇതിനെ 2 ഇല താഴെ വെച്ച് കട്ട് ചെയ്ത് കളയണം, എന്നാലേ നമുക്ക് ഒരുപാട് ബ്രാഞ്ച് പൊട്ടത്തുള്ളൂ. എത്രത്തോളം ബ്രാഞ്ച് ആവുന്നു അത്രത്തോളം നല്ലത്. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരാണ്ട്. കണ്ടില്ലേ, അതൊന്നും ബഡ് ചെയ്ത പ്ലാന്റ് അല്ല, നമ്മൾ ഇതേപോലെ കുത്തി മുളപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാന്റ് ഉൾപ്പെടെയുണ്ട്. പക്ഷേ എന്നാൽ ഒരുപാട് ചില സമയങ്ങളിൽ നല്ല ഹോട്ട് ക്ലൈമറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സമയത്തൊക്കെ ഒരുപാട് ഇടണം. അന്നേരം ഈ ഒരു സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ കിളിക്കുന്ന ചെടികളുടെ അളവ് വളരെ കുറവായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതേപോലുള്ള നല്ല നല്ല പൂക്കൾ കിട്ടാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നല്ല തൈകളെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിന് 15 ദിവസം കൂടുമ്പോഴത്തേക്ക് ഒരു ഫംഗിസൈഡ് കൊടുക്കുക. ലൈറ്റായിട്ട് ഇൻഡോഫിലം 45 1 ലിറ്റർ വെള്ളത്തിനകത്ത് 1 ടേബിൾ സ്പൂൺ ഇട്ട് നല്ല വൃത്തിയാവണ്ണം കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം ഒരു 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ലൈറ്റായിട്ട് ഇൻസെക്ടിസൈഡ് കൊടുക്കുക. ഇൻസെക്ടിസൈഡ് റീവയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടഫ്കർ കൊടുക്കാം. അതിനകത്ത് ഒരു 5 മില്ലി മരുന്ന് 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ല വൃത്തിയാവണ്ണം കലക്കിയതിന് ശേഷം നന്നായിട്ട് പ്ലാന്റിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിവശത്തും കൂടെ വീഴാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ബോഡിയിൽ വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നല്ലതാണ്. ഫംഗസ് വരാതിരിക്കാൻ വേണ്ടി, നമുക്ക് ഒരു പരിധിവരെ ഫംഗസിനെ ഒഴിവാക്കാൻ വേണ്ടി, തടയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപകാരപ്പെടും. അന്നേരം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ എടുത്തു കഴിഞ്ഞാൽ വേര് നന്നായിട്ട് പിടിച്ചു എന്ന് വരുന്ന ഒരു 25 ദിവസം 30 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റി എത്രത്തോളം പ്ലാന്റ് നമുക്ക് കിട്ടിയെന്ന്. ആ പ്ലാന്റിനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ വെയിലുള്ള ഭാഗത്തോട്ട് വെക്കുക. ഒരു 25 ദിവസം കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ എടുത്ത് നിറയ്ക്കാൻ സാധിക്കും. അതായത് വലിയ കവറിനകത്ത് വളമിട്ട മണ്ണിനകത്ത് അതിന് ശേഷമേ നിറയ്ക്കാൻ പാടുള്ളൂ. അതായത് ആദ്യമേ വേര് പിടിപ്പിക്കുമ്പം വളമിട്ട മണ്ണ് വേണ്ട. അതിനുശേഷം നമ്മൾ വേര് പിടിച്ചതിന് ശേഷം പ്ലാന്റിനെ എടുത്ത് ചകിരിച്ചോറ്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയടങ്ങിയ വളം കൂട്ടിയ മണ്ണിൽ നല്ല വൃത്തിയാവണ്ണം വലിയ 6 കെട്ട് കവറിനകത്ത് നിറച്ച് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം നോക്കി വെക്കുക. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരും. പിന്നീട് നമുക്ക് കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണാനും കൂടെ മിക്സ് ചെയ്ത മിശ്രിതം, അതായത് 3 പിടി ചാണകം, 2 പിടി വേപ്പിൻ പിണ്ണാക്ക്, 1 പിടി കടലപ്പിണ്ണാക്ക് എന്നിവ ഇട്ട് എത്ര എടുക്കുന്നു അതിൻ്റെ കുറച്ച് വെള്ളവും കൂടെ കൂട്ടി അതിനകത്ത് ഒഴിച്ച് വെച്ചേക്കുക. ഒരു കലത്തിനകത്തോ അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്തോ എടുക്കുക. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു പ്ലാസ്റ്റിക് ഇട്ട് കെട്ടുക. 3 ദിവസം, അതായത് 72 മണിക്കൂർ കഴിഞ്ഞ് അതിൽ നിന്ന് എത്ര എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് നല്ല വൃത്തിയാവണ്ണം ലയിപ്പിച്ചതിന് ശേഷം കുറേശ്ശെ തവിയിൽ കുറേശ്ശെ എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരാനത് ഉപകാരപ്പെടും. അതേപോലെ തന്നെ ഈ മിശ്രിതം തുറക്കുമ്പോൾ നല്ല വാടയുള്ള ഒരു മിശ്രിതമാണ്, പക്ഷേ പ്ലാന്റിന് ഏറ്റവും ഗുണമുള്ളൊരു മിശ്രിതമാണിത്. ഇത് ഓർക്കിഡിന്, ആന്തൂര്യത്തിന്, അതേപോലെ തന്നെ ഫേൺസിനും ലൈറ്റായിട്ട് ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനം പച്ചക്കറി തൈകൾക്ക് നമുക്ക് പൂ പിടിപ്പിക്കാനും കാ പിടിപ്പിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇത്തരത്തിലുള്ള ജൈവ വളങ്ങൾ. അതേപോലെ തന്നെ പ്ലാന്റ് വേര് പിടിപ്പിക്കുന്നത് വരെ നമുക്ക് ശക്തിയായിട്ട് സ്പ്രേ ചെയ്ത് വെള്ളം കൊടുക്കരുത്. പൂവാളിയോ അല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ ക്യാനങ്ങാണോ ഉപയോഗിച്ചുകൊണ്ട് വേണം ലൈറ്റായിട്ട് വെള്ളം കൊടുക്കാനായിട്ട്. എന്നുണ്ടെങ്കിൽ മാത്രമേ വേര് അനങ്ങാതിരിക്കൂ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു.